നമ്മൾ ഈ വട്ടം ചെയ്ത കൂൺ കൃഷിയുടെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നതിൻ്റെ തൊട്ട് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കച്ചി മേടിക്കുന്ന തൊട്ട് ബെഡ് ഉണ്ടാക്കുന്ന തൊട്ട് അവസാനം സെയിൽസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഉറപ്പായിട്ടും കയറി കാണുക. കൂൺ കൃഷിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഇതിനെപ്പറ്റി ബ്രീഫായിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ കൂൺ ബെഡ് സെറ്റ് ചെയ്തതിന് ശേഷം 15 ദിവസം ഡാർക്ക് റൂമിൽ വെക്കുന്നു. ആ 15 ദിവസത്തിന് ശേഷം നമ്മൾ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റൂമിലേക്ക് മാറ്റുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു 15ാമത്തെ ദിവസം തൊട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ദിവസം 2 നേരം. അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിയുടെ അളവ് അനുസരിച്ച് മാത്രമേ നമ്മൾ ഇതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നല്ല മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ പലപ്പോഴും നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടാത്ത അവസ്ഥ വരെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ബെഡിൻ്റെ അവസ്ഥ നോക്കിയിട്ട് മാത്രം നമ്മൾ ഇതിനകത്ത് വെള്ളം കൊടുക്കും. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലിൽ കയറി ലോങ് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കുക.